ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കറൻറ്റ് എനർജീസ് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് കൂടി നോക്കാം. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യമേ നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജി എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Three of Pentacles, Queen of Cups, High Priestess, Six of Wands, Ten of Pentacles, Princess of Pentacles, Five of Swords, King of Wands, Six of Pentacles, Seven of Pentacles, Six of Cups, Three of Swords, Judgment, Devil, Five of Cups. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് അവരുടേതൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് പോയൊരു ബന്ധമായിരിക്കും. ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് അവരുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫാമിലിയിൽ ഇൻവോൾവ് ആയിട്ടുള്ള വ്യക്തിയൊക്കെ ആയിരിക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല, അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ളത്. അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കരുതി മുന്നോട്ട് പോയിട്ടുള്ളൊരു ബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു രീതിയിൽ പോയിട്ടുള്ളൊരു കണക്ഷനാണ് എന്നുള്ളത് നമുക്കിവിടെ കാണാം. അല്ലെങ്കിൽ ഈ ഒരു കണക്ഷനിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി ഒരുപാട് അഹങ്കരിച്ചിരുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിലും പറയാം. അതായത് ഇപ്പോൾ തേർഡ് പാർട്ടി എല്ലാവരാണെന്നുണ്ടെങ്കിലും ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ കുറച്ചും കൂടി ഒരു സ്ഥാനം ഉണ്ടാകുന്നു എന്നൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇനിയും തുടർന്ന് അങ്ങോട്ട് ആ ഒരു രീതിയിലായിരിക്കും നമ്മളുടെ ബന്ധം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമ്മൾക്കൊരു കോൺഫിഡൻസ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പോൾ ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ വന്നേക്കാം. എന്നുള്ള രീതിയിലുള്ളൊരു കണക്ഷനായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. പക്ഷെ ഇവിടെ അവർ ഒരു അങ്ങനെയുള്ളൊരു ബന്ധമാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ പല കാര്യങ്ങളും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അതായത് ഇപ്പോൾ ചില ബന്ധങ്ങളിൽ നമ്മൾ വിചാരിക്കും പരസ്പരം രണ്ടുപേരും തമ്മിൽ ഒരു ഒളിയും മറയില്ല, അല്ലെങ്കിൽ നമ്മളെല്ലാം ഹോണസ്റ്റാണ്, തുറന്ന് പറയുന്നു എന്നുള്ളൊരു വിചാരം നമുക്ക് ഉണ്ടായേക്കാം. പക്ഷെ കുറേ നാളുകൾ കഴിയുമ്പോഴായിരിക്കും അങ്ങനെയല്ല, നമ്മൾ വിചാരിച്ചതിൽ നിന്ന് കുറേ ഡീവിയേഷൻസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പിന്നീട് അറിയുന്നൊരു പ്രവണത. എന്ന് പറയുന്നത് പോലെ ഇവർ തമ്മിൽ അങ്ങനെയുള്ളൊരു കണക്ഷനാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നമ്മളോട് പറഞ്ഞതുപോലെ കുറച്ചും കൂടി ഒന്ന് അഹങ്കരിച്ചിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു നമ്മളിവിടെ പറഞ്ഞതുപോലെ കുറേ ഒരു ഹൈഡിങ് പാർട്ടും കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഈ പറഞ്ഞ പോലെ തേർഡ് പാർട്ടിയുടെ അഡ്വൈസ് ഒക്കെ സ്വീകരിച്ച്, അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊരു വാല്യൂ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഇപ്പോൾ ഓരോരുത്തരെ സംബന്ധിച്ച് പറയുമ്പോൾ പലവരായിരിക്കാം പലരുടെയും ലൈഫിൽ തേർഡ് പാർട്ടിയായിട്ട് വരുന്നത്. ചിലർക്ക് വീട്ടുകാരായിരിക്കാം, ചിലർക്ക് അവരുടെ എക്സ് ആവാം, അല്ലെങ്കിൽ മറ്റ് റിലേഷൻഷിപ്പ് ആവാം. ഇനി ചിലരെ സംബന്ധിച്ച് ഇതൊന്നും അല്ല, കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു മെയിൻ ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റിയൊക്കെ തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും നമ്മൾ കാണാറുണ്ട്. എന്ന് പറയുന്നത് പോലെ പലരും ആവാം. അപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ അവർ ഈ ഒരു കണക്ഷനിൽ കുറച്ചൊരു അഹങ്കരിക്കുകയും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ പോയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരു അഡ്വൈസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാൻ തക്കതായിട്ടുള്ള രീതിയിൽ പോയിട്ടുള്ളൊരു കണക്ഷനും കൂടിയാണ്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷൻ്റെ ഒരു ടോക്സിസിറ്റി, അത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അറിഞ്ഞു കാണണമെന്നില്ല. നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു റിലേഷൻഷിപ്പിൽ പോകുമ്പോൾ ഏത് ബന്ധമാണെന്നുണ്ടെങ്കിലും
അത് ടോക്സിക് ആണെന്നൊക്കെ അറിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് നാളെടുക്കും. ആദ്യത്തെ കാലങ്ങളിലെല്ലാം നമ്മളത് സ്വാഭാവികമാണ്, ഇതൊക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതാണെന്ന് ചിന്തിക്കും. പക്ഷെ പിന്നീട് പിന്നീട് പോകെ പോകെയാണ് നമ്മൾ പല കാര്യങ്ങളും റിയലൈസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെ ആ ഒരു റിലേഷൻഷിപ്പ് പാറ്റേൺ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം കുറച്ചൊരു ആർഗ്യുമെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയൊക്കെ ഇപ്പോൾ കടന്നു പോകുന്നൊരു സിറ്റുവേഷനാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ആ ഒരു പ്രോബ്ലംസ് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിച്ചു വെച്ച പല കാര്യങ്ങളും ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് പൊങ്ങി വരുന്നുണ്ടാവാം. അതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചൊരു കൺട്രോളിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ അത് അത്രയും ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവണമെന്നില്ല. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് അങ്ങനെയുള്ള ആ ഒരു ബുദ്ധിമുട്ടും സ്ട്രഗിൾസൊക്കെ ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കൺട്രോളിങ് നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അതൊന്നും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് ആ ഒരു ബുദ്ധിമുട്ട്, പിരിമുറുക്കം, ഇപ്പോൾ തമ്മിൽ വാക്ക് തർക്കവും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു റിലേഷൻഷിപ്പ് അതിപ്പോൾ ഇവരുടേതല്ല ആരുടേതാണെന്നുണ്ടെങ്കിലും അതിനകത്ത് രണ്ടുപേരും തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പരസ്പരം പറഞ്ഞ് ജയിക്കുന്നു. പക്ഷേ ഈ പറയുന്ന ജയം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ഹോളോ വിക്ടറിയാണ്. കാരണം ഇവിടെ ഒരാൾ ജയിച്ചു എന്ന് കരുതുമ്പോൾ മറ്റേയാളുടെ മനസ്സിനകത്ത് അത്രയും ആളുടെ ഒരു സ്ഥാനം വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ചിലവരുടെ റിയൽ ഫേസ് പുറത്ത് വരുന്നൊരു അവസ്ഥയും കൂടിയാണ്. നേരത്തെ കുറച്ചും കൂടി ഭയങ്കര പാമ്പറിങ് ആയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വളരെ നല്ല റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ കരുതി വെച്ചൊരു സംഭവങ്ങളുടെ ഒരു സ്റ്റേജ് എത്തുമ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലതിലൊക്കെ അത് പ്രത്യേകിച്ച് ഒരു ഹൈഡിങ് സീക്രസി ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടം എത്തുമ്പോൾ ഇതെല്ലാം തുറന്നു വരും എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജ് നമുക്കിവിടെ കാണാം. ഇനി അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ചില ന്യൂ ബിഗിനിങ്സ്, അല്ലെങ്കിൽ ചില പുതിയ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒന്നും കൂടി വേസ്റ്റ് സിറ്റുവേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ടാവാം. അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയൊരു ജോബിലേക്ക് പോകുന്നു, അല്ലാന്നുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് പോകുന്നു. ഇനി ചിലവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്ന റിലേഷൻഷിപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു അവസ്ഥയുമായിരിക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുമായിട്ട് സെപ്പറേഷനിലൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ വാക്ക് കേട്ട് നിങ്ങളിൽ നിന്ന് അകന്ന് മാറിയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ടാവാം. അങ്ങനെ ആ ഒരു റിലേഷൻഷിപ്പിൽ തിരിച്ചു വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഈ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നൊരവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലവരെ സംബന്ധിച്ച് അതും ഇവിടെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമായിട്ട് മാറിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു വെയിറ്റിംഗ് എനർജിയിലൂടെ ഒരാൾ കടന്നു പോകുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ചിലപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് കാര്യങ്ങൾക്കെല്ലാം ഒരു മാറ്റം സംഭവിച്ചതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്രയോറിറ്റി കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നലായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടിയിലേക്കുള്ള ഫോക്കസ് ഒരുപാട് കുറഞ്ഞതായിരിക്കാം. അങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കാര്യങ്ങൾ കൈവിട്ട് പോയൊരവസ്ഥ, അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു എനർജിയിലാണ് മേ ബി നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു പഴയ പാറ്റേണിൽ നിന്ന് കുറച്ചും കൂടി ഇവരിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിൽ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻഫുൾ റിയലൈസേഷനാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുമായിട്ട് തീർത്തും ഒരു നോ കോൺടാക്റ്റിലൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ മാറ്റി നിർത്തിയ ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം ആലോചിച്ച് ഒരുപാട് ദുഃഖിക്കുന്നുണ്ടാവാം. അപ്പോൾ ചിലർക്കെങ്കിലും ഇതൊരു കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പാറ്റേണിലൂടെ പോയിരുന്നതാണ്. ഈ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ചിലപ്പോൾ നിങ്ങളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ ബന്ധത്തിനെ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാർമിസിറ്റി എൻഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടോക്സിക് പാറ്റേൺ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു ടോക്സിക് എനർജീനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്, ഇവരുടെ സിറ്റുവേഷൻ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ആ ഒരു ടോക്സിക് പാറ്റേണിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അത് വലിയൊരു മാറ്റമാണ് ഇപ്പോൾ അവരുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ആ ഒരു വെയിറ്റിംഗ് എനർജിയാണ്, അതുപോലെ തന്നെ ആ ഒരു ലോസ് ഫീലിംഗ് ഇവിടെ ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ആ ഒരു കാര്യങ്ങൾ കൺട്രോളിൽ നിന്ന് മാറിപ്പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ വളരെ കോൺഫിഡൻസ് ആയിട്ട് കണ്ട, അല്ലെങ്കിൽ കോൺഫിഡൻറ്റോട് കൂടി കണ്ട ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അങ്ങനെയെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ കൈപ്പിടിയിലാണ് കാര്യങ്ങൾ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ടിൽ എൻഡ് ഇത് പോവും എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് സംഭവിച്ചിട്ടുള്ള ഡീവിയേഷൻസ് കൊണ്ട് നല്ല രീതിയിലൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലാണ് ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി എനർജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ അവർ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്, സിറ്റുവേഷൻ മാറും എന്നുള്ളൊരു
തോട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു ടോക്സിക് പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അവർ രണ്ട് വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നുള്ളൊരു മാറ്റം നടക്കേണ്ടുന്ന ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. അത് നിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജിയും കാര്യങ്ങളും നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ നിങ്ങളോടുള്ള ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ യഥാർത്ഥ ആറ്റിറ്റ്യൂഡ് എന്താണ്, നിങ്ങളിലേക്ക് മടങ്ങി വന്നോ അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർട്ട് ബ്രേക്ക് ഉണ്ടോ, ഇവിടെ കണ്ടതുപോലെ ആ ഒരു എനർജിയൊക്കെ നമുക്ക് ഒന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിലവിൽ ഈ ഒരു പാറ്റേണിൽ കുറച്ചൊരു വഴക്കും കാര്യങ്ങളുമായിട്ടും അതുപോലെ തന്നെ സ്വരച്ചേർച്ച ഇല്ലാതെ പോകുന്ന എനർജിയിലാണ് തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ കാര്യത്തിലേക്ക് പോകാം, എങ്ങനെയാണ് നിങ്ങളോടുള്ളൊരു ആറ്റിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നലെ റീഡിംഗ് ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നു റീഡിംഗ് ഇല്ലാത്ത കാര്യം. അപ്പോൾ അത് നൈറ്റിൽ നമ്മളുടെ റീഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും. വളരെ നേരത്തെ തന്നെ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മോർണിംഗ് ആയപ്പോഴത്തേക്കും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. കാരണം ആ ഒരു വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ഉറങ്ങാതെ പോലും കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് അത് ഇടുന്നത്. പിന്നെയും ആ ഒരു പോസ്റ്റ് അവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ റീഡിംഗ് കാണുന്ന വ്യക്തികൾക്ക് ഒരുപാട് സംശയം ഉണ്ടാകും. ചിലപ്പോൾ ഇന്നാണോ റീഡിംഗ് ഇല്ലാത്തത്, ഏത് സമയത്താണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മോർണിംഗ് വരെ ഇടുകയുള്ളൂ. രാത്രിയുള്ളവരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നവർ കണ്ടിട്ടുണ്ടാവാം. അതിനകത്ത് കമൻസും ഉണ്ടായിരുന്നു. ഇനി നമുക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ലാസ്റ്റ് റീഡിങ്ങിൽ കുറച്ചൊരു നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പോലെ ആയിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ വന്നിട്ടുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഏത് റീഡിംഗ് ആണെന്നുണ്ടെങ്കിലും നമുക്കതിനകത്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസ് വരാറുണ്ട്. ചിലതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ആയിട്ടുള്ളൊരു ലെവലായിരിക്കും. ചിലതിനകത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കുറച്ചൊരു വിഷമം തോന്നുന്നതാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള എനർജീസും വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പലരും വന്ന് പേഴ്സണലി കമൻറ്റ് ചെയ്യാറുണ്ട്. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനത്തെ കാണുമ്പോഴത്തേക്കും വിഷമമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റീഡിംഗ് വരുമ്പോഴത്തേക്കും ഇടണ്ട എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ മുന്നിൽ നിന്നാണ് കാർഡ്സ് എടുക്കുന്നത്. കാർഡ്സ് എടുക്കുമ്പോൾ എന്ത് എനർജിയാണോ വരുന്നത് അതാണ് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ അതിനകത്ത് നമ്മൾ വിഷമായാലോ എന്ന് വിചാരിച്ചിട്ട് വരുന്ന എനർജീസ് മറച്ച് വെക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു റീഡിംഗ് ഉപേക്ഷിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് പേര് എന്താണോ വരുന്നത് റിയലായിട്ട് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക. പോസിറ്റീവായിട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എനർജീസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെന്ന് പറയുന്നത് പോലെ പോസിറ്റീവും നെഗറ്റീവും ഏത് കാര്യത്തിനും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സൂചനയായിട്ടായിരിക്കും ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിലും വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളത് ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു അർത്ഥത്തിൽ കണ്ടാൽ മതി. നമ്മളത് ഓർത്ത് ഒരുപാട് വിഷമിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള വരുന്ന കാര്യങ്ങൾ ധൈര്യപൂർവ്വം തന്നെ ക്ലെയിം ചെയ്യാം. അല്ലാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളൊരു വാർണിംഗ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളതാണെന്നോ ഒക്കെ നമ്മൾ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയാം കേട്ടോ. അതായത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് മാത്രം മതിയോ, അല്ലാത്ത നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഹൈഡ് ചെയ്ത് വെച്ച് പറയണോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള റീഡിങ്സ് ആവശ്യമില്ലേ, എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻസിലൂടെ പറയാം. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഏസ് ഓഫ് കപ്സ്, 9 ഓഫ് കപ്സ്, ഡെത്ത് ആൻഡ് റീബർത്ത്, ലവേഴ്സ്, പേജ് ഓഫ് സോർഡ്സ് ആൻഡ് 7 ഓഫ് കപ്സ്. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജീസാണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസിറ്റിവിറ്റി നിങ്ങളോട് പറയാൻ തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഒരുപാട് പേർക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഇവർ ആ ഒരു പാസ്റ്റ് എന്താണോ അത് ലെറ്റ് ഗോ ചെയ്ത് പുതിയൊരു തുടക്കത്തിനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഫേസ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ
ആ ഒരു കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഇനി ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. തികച്ചും ഫ്രഷ് ആയിട്ട് അല്ലെങ്കിൽ പുതിയതായിട്ടുള്ള ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ് നമുക്കിവിടെ കാണാം. അത്രയും താല്പര്യത്തോടു കൂടി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോണം എന്നുള്ള ആ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഇവരുടെ ഭാഗത്ത് നിന്ന് കാണാനായിട്ട് കഴിയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവും. അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് സെപ്പറേറ്റ് ആയി പോയവരായിരിക്കണം നിങ്ങൾ. അപ്പോൾ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് വന്നിട്ടുണ്ടാവും. ചിലർക്ക് അങ്ങനെയല്ല, ഈ ഒരു പേഴ്സൺ ഏത് രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ആശങ്കയിലായിരിക്കാം. അപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്ത് പോയിട്ടുള്ള അല്ലെങ്കിൽ ചീറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഒരു ദാക്ഷിണ്യം കാണിക്കാതെ നിർത്തിപ്പോയിട്ടുള്ള ഒരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിരിച്ചു വരാൻ നേരത്ത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. നിങ്ങൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യുമോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിനിയിപ്പോൾ പുതിയ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ അവർക്ക് അറിയണമെന്നില്ല. തീർത്തും നോ കോൺടാക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതും കൂടി കൊണ്ടായിരിക്കും നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഏത് രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ പാറ്റേൺസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിമറിച്ച് പുതിയൊരു തുടക്കം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഫീലിംഗ് ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഉണ്ടാകുന്നതായിട്ട് കാണാം. ഒരു പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് കഴിയുന്ന ഒരു സമയമായതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ കാര്യത്തിൽ അവർ ഒരു റീസ്റ്റാർട്ടിനെ കുറിച്ച് ആലോചിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് തോന്നുന്നത് ചിലപ്പോൾ അതും ഒരു റീസൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക. യൂണിവേഴ്സിനോട് നിങ്ങളുടെ ആവശ്യമാണ്, അത് നിങ്ങൾ ധൈര്യപൂർവ്വം ക്ലെയിം ചെയ്യുക. ഇനിയിപ്പോൾ തേർഡ് പാർട്ടിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്, അതായിരുന്നു നിങ്ങളുടെ മെയിൻ പ്രശ്നമെങ്കിൽ തേർഡ് പാർട്ടി റിമൂവലിനായിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.